സംസ്ഥാനത്തെ തന്ത്രപ്രധാന വനമേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം. പത്തനംതിട്ട ജില്ലയിലെ ഗൂഡ്രിക്കൽ, വടശ്ശേരിക്കര വനാതിർത്തികളിലെ വീടുകളിൽ അജ്ഞാത സംഘം നടത്തുന്ന മോഷണം വ്യാപകമാകുന്നു. ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളുമാണ് കവർച്ച ചെയ്യപ്പെടുന്നത്. പിന്നിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്ന സംശയത്തിലാണ് നാട്ടുകാർ. ശബരിഗിരി പദ്ധതി, പൊന്നമ്പലമേട്, ഗവി തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഗൂഡ്രിക്കൽ, വടശ്ശേരിക്കര വനമേഖല. ഈ ഭാഗങ്ങളിലാണ് അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം സംശയിക്കുന്നത്. സീതത്തോട് പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്ന വീടുകളിൽ 1 വർഷത്തോളമായി മോഷണം പതിവ്. കൊച്ചുകോയിക്കൽ, ഗുരുനാഥൻമണ്ണ്, ആങ്ങാമുഴി, സീതക്കുഴി എന്നിവിടങ്ങളിലാണ് മോഷണങ്ങളിലേറെയും. പാകം ചെയ്തു വച്ചിരിക്കുന്ന ഭക്ഷണം, അരി, ആയുധങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയാണ് കവർച്ച ചെയ്യുന്നത്. പകൽ സമയത്താണ് സംഭവം അരങ്ങേറുക. വീടിന്റെ വാതിലോ ജനലോ കുത്തിത്തുറന്ന് മോഷ്ടാക്കൾ അകത്ത് കടക്കും. ഗുരുനാഥൻമണ്ണ് സ്വദേശി ബാബുരാജിന്റെ വീട്ടിൽ ഒരാഴ്ച മുൻപ് മോഷണം നടന്നു. മോഷ്ടാക്കൾ വരുന്നതും പോകുന്നതും വനത്തിനുള്ളിലേക്കായതിനാൽ മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടോ എന്നും നാട്ടുകാർ സംശയിക്കുന്നു. ഞാൻ 11 മണിക്ക് തിരിച്ചു വന്ന് ഫ്രണ്ട് കഥ തുറന്ന് അകത്ത് കയറിപ്പം ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ പുറകെ ജനലിൽ വെട്ടിപ്പൊളിച്ചേക്കുന്നു. അവിടെ അലമാരിയും തള്ളി നീക്കിയൊക്കെ കണ്ടു. ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അടുക്കള കഥ തുറന്നിട്ടിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന അരി സാധനങ്ങൾ, നമ്മുടെ വീട്ടിൽ വേണ്ട സർവ്വത്ര ഉപ്പും പിന്നെ മഞ്ഞപ്പൊടി മേടിച്ച് കംപ്ലീറ്റ് സാധനങ്ങളും എടുത്ത് 3 വെട്ടുകത്തി, ആ ടൈപ്പ് മേശയ്ക്കകത്ത് 10,000 രൂപ ഒന്നിച്ച് കെട്ടി വെച്ചു. ആ രൂപയായി. ഇത്രയും സാധനം എടുത്ത് നഷ്ടപ്പെട്ടു പോയി. ഇവിടെ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് 100 മീറ്റർ പുറമെ മേലോട്ട് കയറിയാൽ വനമാണ്. ആ വനത്തിൽ വരെ ഈ ആൾക്കാർ സാധനമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറുകുഴിക്ക് മാവോയിസ്റ്റോ അതുപോലുള്ള ആൾക്കാരോ ഉണ്ടെന്നുള്ളത് നമുക്ക് പൂർണ്ണ സംശയമുണ്ട്. അതിന് പോലീസുകാരെ പുറത്തുകാരെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരുടെ പോയിട്ട് കാടിനുള്ളിലെ അജ്ഞാത സംഘം നടത്തുന്ന മോഷണം സംബന്ധിച്ച് പോലീസിൽ വിവരമറിയിച്ചിട്ടും നടപടി ഒന്നുമുണ്ടാകുന്നില്ലെന്ന് സീതത്തോട് പഞ്ചായത്ത് അംഗം പറയുന്നു. ഇവിടുന്ന് ആൾക്കാർ മൊത്തം പോലീസുകാരെ വിളിക്കുന്നു. ചിറ്റാർ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരിതുമില്ല. ഞാൻ വന്ന് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ 10 പ്രാവശ്യം സ്റ്റേഷനിൽ അവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിച്ചു, എടുത്തില്ല. SI സാറിനെ വിളിച്ചു, സാറും എടുത്തില്ല. സന്ധ്യ വരെ നമ്മളിവിടെ നിൽക്കുമോ, എല്ലാവരും ആൾക്കാർ ഇവിടെ ജനങ്ങൾ ഇഷ്ടം പോലെ നിൽക്കുന്നു. സന്ധ്യയായി 7:30 ആയിട്ടും ഇതിന് ഒരു നീക്കുപോക്കില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാർ ബഹളം വെക്കുന്നു എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരിതും ഇല്ലയോ മെമ്പറെ എന്ന് ചോദിച്ച് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയണം? മോഷ്ടാക്കളെ ഭയന്ന് വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് വീട് വിട്ട് പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കൊച്ചുകോയിക്കൽ വനമേഖലയിൽ നിന്നും വനപാതയിലൂടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാമെന്നതും പുറത്തുനിന്നുള്ളവരുടെ സാന്നിധ്യം സംശയിക്കുന്നതിന് കാരണമാകുന്നു. ജനം, പത്തനംതിട്ട.